മത്സരത്തിന് വേണ്ടി സ്റ്റേഡിയത്തിലെത്തിയ സമയത്തും ജപ്പാൻകാർക്ക് ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കോ ഇറ്റാക്കുര മാധ്യമങ്ങളോട് അപ്പോഴും പറഞ്ഞു, ഞങ്ങൾ ബ്രസീലിനെ തോൽപ്പിക്കാൻ പോവുകയാണെന്ന്. വലിയ രൂപത്തിലുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നത്. കളിയുടെ ആദ്യ പകുതിയിൽ ബ്രസീൽ ഒന്ന് മങ്ങിപ്പോയപ്പോൾ തീർന്നു, ബ്രസീൽ തീർന്നു എന്ന് കരുതിയ പലരുമുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിച്ചൊരു കളിയുണ്ട്. വാവ്! പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന പോലെയുള്ള ഇൻറ്റൻസിറ്റി. ദൂരെ ക്രോസുകൾ 10 പേരെ വെച്ച് ജപ്പാൻ ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടും വലത് വിങ്ങിൽ നിന്നും ഇടത് വിങ്ങിൽ നിന്നും ഒക്കെ ദൂരെ ക്രോസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പലവട്ടം ബ്രസീൽ ഗോളിനടുത്തേക്ക്. പക്ഷേ സിയോൺ സുസൂക്കിയുടെ രക്ഷപ്പെടുത്തലുകൾ, ഒരു ഘട്ടത്തിൽ സുസൂക്കി ഇല്ലാതിരുന്നിട്ടും ഗോൾ ലൈനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ജപ്പാൻ. പക്ഷെ അനിവാര്യമായ ഗോൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അനിവാര്യമായതിനെ തടയാൻ കഴിയില്ലല്ലോ. ഗബ്രിയേൽ മഗല്ലസിൻ്റെ ഒരു കിടിലൻ ക്രോസിന് തലവെച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിച്ചിട്ട് കാസമിറോയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതിലുണ്ട് എല്ലാം. ആദ്യ പകുതിയിൽ മോശം പ്രകടനമെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പേർട്ടുകൾ പേനയുന്താൻ തുടങ്ങിയിരുന്നു കാസമിറോക്കെതിരെ. എന്നാൽ രണ്ടാം പകുതിയിൽ ആവശ്യമുള്ള സമയത്ത് കൃത്യമായി ടീമിനായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ ആ തിരിച്ചുവരവിന് മുന്നിൽ നിന്നു. പിന്നെ ഒരു ശ്രമമാണ്, തുടരെ ശ്രമമാണ്. അതിനൊടുവിൽ ബ്രൂണോ ഗിമാറസിൻ്റെ പാസിൽ നിന്ന് കൃത്യമായി പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഗബ്രിയേൽ മാർട്ടിനെല്ലി ബ്രസീലിന് കൊണ്ടുപോയത് റൗണ്ട് ഓഫ് 16 ആവേശത്തോടുകൂടി കളിക്കാൻ ശ്രമിച്ച, പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമിച്ച ജപ്പാന് ആ പരാജയം തടയാൻ കഴിഞ്ഞില്ല. എന്തൊക്കെ സംസാരങ്ങളാണ് കളിക്ക് മുമ്പുണ്ടായത്. കാർലോ അഞ്ചലോട്ടി പക്ഷേ കൃത്യമായി പറഞ്ഞിരുന്നു, മൈൻഡ് ഗെയിമിന് ഞാനില്ല, കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് എന്ന്. അത് കാണിച്ചു തന്നു. അഞ്ചലോട്ടിയുടെ ടീം പലപ്പോഴും ഇങ്ങനെയാണ്. എത്ര തവണ നമ്മൾ റയലിലൊക്കെ ഇത് കണ്ടതാണ്. ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ, നോക്കൗട്ടുകളിൽ അത്യന്തം ആവേശകരമായിട്ട് കാര്യങ്ങൾ പോയിട്ട് അവസാന നിമിഷം പെടുന്നനെ അങ്ങ് കളി മാറ്റിമറിക്കുന്ന ആ മായാജാലം, അത് അദ്ദേഹം ഇതാ അന്താരാഷ്ട്ര ഫുട്ബോളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ബ്രസീൽ രണ്ടാം പകുതിയിൽ കളിച്ച കളിയുണ്ടല്ലോ, ഏത് എതിരാളിയുടെയും ഇടനെഞ്ചിൽ തീ കോരിയിടുന്ന ഒന്നാണത്.